മുഴുവനും കരിഞ്ഞ വേദന സഹിക്കാൻ കഴിയാതെ മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, ഈ പീഡനങ്ങൾ താങ്ങാൻ കഴിയുന്നില്ല നബിയേ, എന്റെ ശരീരം കണ്ടോ, എന്റെ പച്ചയിറച്ചി അവർ കരിച്ചിരിക്കുകയാണ്, അവർ പച്ചയിറച്ചി കുത്തിയെടുത്തിരിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യ് നബിയേ. എന്നാണ് ഇതിനൊരു അവസാനമുണ്ടാകുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് വന്ന് പരാതി പറഞ്ഞ സ്വഹാബത്തിനോട് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത്, സഹാബാ, നിന്റെ മുൻഗാമികളുണ്ടല്ലോ, നമ്മുടെ മുൻഗാമികളുണ്ടല്ലോ, ആ മുൻഗാമികളെ ബനൂ ഇസ്രായേലിൽ ജീവിച്ചിരുന്ന മുസ്ലിമീങ്ങളായ സഹോദരങ്ങളുണ്ടല്ലോ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരുന്ന മുസ്ലിമീങ്ങളെ ശത്രുക്കളെ പിടിച്ചുകൊണ്ട് വരികയാണ്. അവരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അതാ ഒരു കുടി കുത്തികെട്ട് കുടിക്കകത്ത് ഇറക്കി നിർത്തുകയാണ്. അവിടെ നിന്നൊരു ചെറിയ കുടി കിടക്കുകയാ, ആ കുടിക്കകത്ത് അവരെ ഇറക്കി നിർത്തുകയാണ്. എന്നിട്ട് പടച്ചവനെ അവരോട് ചോദിക്കും, ഇസ്ലാമിൽ നിന്ന് തിരിച്ചു വരുമോ? അങ്ങനെ തിരിച്ചു വരാൻ തയ്യാറാകാത്തവരുടെ നടുന്നതാ തലയുടെ മധ്യഭാഗത്തു, അവരുടെ തലയുടെ നടുഭാഗത്തു ഈർച്ചവാൾ വെച്ചിട്ട് അവനെ രണ്ടായിട്ട് മുറിച്ചു കളയും. സഹാബാ, അതാ ഒരു പേപ്പർ കീറിക്കളയുന്നത് പോലെ അതാ തലയുടെ മധ്യഭാഗത്ത് വാള് വെച്ചിട്ട് അവരുടെ ശരീരം രണ്ട് കഷ്ണങ്ങളായി മുറിച്ചു മാറ്റുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊക്കെ ചരിത്രങ്ങൾ വെറുതെ പറഞ്ഞതല്ല. ഒരുപാട് ചരിത്രങ്ങൾ നമുക്കറിയുമല്ലോ. നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ച പീഡനങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളുമല്ല. ഈ ചരിത്രങ്ങളൊക്കെ വെറുതെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തന്നതല്ല. അവിടുത്തെ ഹദീസിന്റെ കിതാബുകളിൽ വെറുതെ പറഞ്ഞിരിക്കുന്നതല്ല. എനിക്ക് മുമ്പ് വഅദ് പറഞ്ഞ പ്രവാചകനുണ്ടല്ലോ, അല്ലാഹുവേ, സയ്യിദ് ശുഹദാഇ ഹംസ, മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു, അവിടുത്തെ ജീവിതത്തെ കുറിച്ച് ആ മഹാനിന്റെ ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. തന്റെ കയ്യും കാലും കണ്ണും കരളും തലച്ചോറുമല്ല അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തതിന്റെ ചരിത്രം പറഞ്ഞല്ലോ. ഈ ചരിത്രമൊക്കെ വെറുതെ ഉസ്താദന്മാരെ പിരിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്ന ചരിത്രമല്ല. ഇത് വെറുതെ വായിച്ചു കളയാനുള്ള ചരിത്രമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് നമ്മളോട് ചോദിക്കുകയാ. ചെറിയ പ്രയാസങ്ങളും ചെറിയ പ്രതിസന്ധികളും നമ്മളിലേക്ക് കടന്നു വരുമ്പോ ഭയന്ന് വിറയ്ക്കുന്ന മുസ്ലിമേ, പേടിക്കുന്ന മുസ്ലിമേ, എന്ത് ചെയ്യണമെന്നറിയാതെ ഉറക്കം പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന പെങ്ങള്, അല്ലാഹു നിങ്ങളോട് ചോദിക്കുകയാ. നമ്മൾ ഓരോരുത്തരോടും പടച്ചറപ്പ് ചോദിക്കുകയാണ്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലിരുപികളും തേനിരുപികളും എടുക്കുന്ന പടച്ചറപ്പിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളങ്ങ് വെറുതെ കടന്നു പോകാമെന്ന് കരുതിയോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ? അല്ലാഹു പറയുകയാ, ഇല്ല. ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും, നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇതെല്ലാം നീയും നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാതെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാമെന്ന് നീ കരുതുന്നുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, എന്റെ പ്രിയമുള്ളവര്, എന്തുകൊണ്ട് അല്ലാഹു നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്നറിയുമോ? മാരക രോഗങ്ങൾ തരുന്നു, വല്ലാത്ത പരീക്ഷണങ്ങൾ തരുന്നു. ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും നാല് ഭാഗങ്ങളിൽ നിന്നും അല്ലാഹുവേ, ആ കടലും കരയിലും നിന്ന് നമ്മളിലേക്ക് അദാബുകൾ കടന്നു വരുമ്പോ അതിന്റെ കാരണം എന്തെന്നറിയുമോ? നിങ്ങൾ ചോദിക്കും, ഉസ്താദേ, നിസ്കരിക്കുന്നവനുമുണ്ട്, നിസ്കരിക്കാത്തവനുമുണ്ട്, എല്ലാവരിലേക്കും ഈ പരീക്ഷണം കടന്നു വരുന്നല്ലോ. എന്തിനാണ് അല്ലാഹു നമ്മളെ പരീക്ഷിക്കുന്നതെന്നറിയുമോ? എന്തിനാണ് അല്ലാഹു ഈ ദുരന്തങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, നമ്മുടെ ഈമാനിനെ അളക്കുന്നതിനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ്